ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലേക്കുള്ള DLEDൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന ജില്ല ഏതെങ്കിലും കേരളത്തിലെ ഒരു ജില്ലയിലേക്ക് മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ജില്ലയുടെ പേര് ഇവിടെ എഴുതി കൊടുക്കുക. അടുത്തത് അപേക്ഷകൻ്റെ പൂർണ്ണമായ പേരും മേൽവിലാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ നമ്മുടെ പേരും അഡ്രസ്സും എഴുതേണ്ടതാണ്. അതിന് താഴെ ഇമെയിൽ ID എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ആധാർ നമ്പർ, മൊബൈൽ നമ്പർ എന്നിവ കൃത്യമായി തന്നെ നോക്കി എഴുതണം. മൂന്നാമത്തത് നമ്മുടെ ജനന തീയതി എത്രയാണോ അത് കൃത്യമായി തന്നെ നമ്മളവിടെ എഴുതി കൊടുക്കണം. 4/1/2025 പൂർത്തിയാകുന്ന വയസ്സ്. അടുത്തത് നമ്മുടെ ജെൻഡറാണ്. നമ്മൾ ആണാണോ പെണ്ണാണോ ഭിന്നലിംഗക്കാരനാണോ അതേതാണോ നമ്മൾ കൃത്യമായിട്ട് അവിടെ എഴുതി കൊടുക്കുക. ആറ് നമ്മുടെ ജാതി മതം കാസ്റ്റും റിലീജിയനും എഴുതി കൊടുക്കുക. 7 അപേക്ഷകൻ പട്ടികജാതി പട്ടികവർഗ OBC വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണോ, നിങ്ങൾ ഏതാണ് കാറ്റഗറി അതവിടെ എഴുതി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ SSLCയുടെ കോപ്പി വെച്ചാൽ മതിയാകും. അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകേണ്ടതാണ്. അടുത്തത് അപേക്ഷകൻ വിമുക്ത ഭടൻ ആണോ, ആണെങ്കിൽ വിടുതൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. 9 അപേക്ഷകൻ സർവീസിലിരിക്കുന്ന ജവാന്റെ ഭാര്യ, മകൾ, മകൻ ആണോ, ആണെങ്കിൽ മിലിറ്ററി സർവീസ് ബന്ധം രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി സമർപ്പിക്കേണ്ടതാണ്. 10 അപേക്ഷകൻ വിമുക്ത ഭടൻ്റെ ഭാര്യ, മകൻ, മകൾ ആണോ. 11 അപേക്ഷകൻ്റെ മാതൃഭാഷ ഏതെന്ന് എഴുതി കൊടുക്കുക. 12 അപേക്ഷകൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണോ, ആണെങ്കിൽ ആയത് തെളിയിക്കുന്നതിനുള്ള തെളിവ് സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. നമുക്ക് സെക്കൻഡ് പേജിലോട്ട് പോകാം. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി ടിക്ക് ചെയ്ത് കൊടുക്കുക. തത്തുല്യമാണെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. യോഗ്യതാ പരീക്ഷയുടെ പേരും വിഷയവും നമ്മൾ എഴുതി കൊടുക്കുക. രജിസ്റ്റർ നമ്പറും വിജയിച്ച വർഷവും അതിന് താഴെ കൃത്യമായി തന്നെ സർട്ടിഫിക്കറ്റ് നോക്കി എഴുതുക. അടുത്തത് യോഗ്യതാ പരീക്ഷ വിജയിക്കാനെടുത്ത ചാൻസുകളുടെ എണ്ണം. ആദ്യ ചാൻസ് തന്നെ കിട്ടിയവർ 1 എഴുതുക. അല്ലാത്തവർ പരീക്ഷ ഉൾപ്പെടെയുള്ളവ കൂട്ടി എത്രയാണോ അത് എഴുതി കൊടുക്കുക. 14 മറ്റ് വിദ്യാഭ്യാസ യോഗ്യതകളുണ്ടെങ്കിൽ അവയുടെ വിവരവും എഴുതി കൊടുക്കുക. 15 യോഗ്യതാ പരീക്ഷയ്ക്ക്, അതായത് നമ്മൾ +2നോ അതിൻ്റെ തത്തുല്യത്തിനോ നേടിയ ടോട്ടൽ മാർക്ക് എത്രയാണോ അതവിടെ എഴുതി കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ +2 സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച് തെറ്റാതെ നോക്കി നമ്മുടെ 6 വിഷയങ്ങളും അവയ്ക്ക് കിട്ടിയ ടോട്ടൽ മാർക്കും ഗ്രേഡും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് മാർക്കാണ് എഴുതാനുള്ളത്. ഇമ്പ്രൂവ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടെ വെച്ചാൽ മതിയാകും. കൃത്യമായി തന്നെ എഴുതി കൊടുക്കുക. അതിൻ്റെ താഴെ നമ്മുടെ മാർക്കിൻ്റെ ശതമാനം അതെത്രയാണോ അത് എഴുതുക. പരീക്ഷാ ബോർഡ് നമ്മൾ +2 സർട്ടിഫിക്കറ്റിൻ്റെ മണ്ടയിലുണ്ടാവും. ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ. അടുത്തത് 18 അപേക്ഷകൻ ഭിന്നശേഷിക്കാരനാണോ, ആണെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി വയ്ക്കുക. അടുത്തത് അപേക്ഷകൻ NCC കേഡറ്റാണോ, ആണെങ്കിൽ അവിടെ ആണെന്ന് എഴുതുക. നിങ്ങളുടെ NCC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടെ അതിൻ്റെ കൂടെ വെക്കേണ്ടതാണ്. അപേക്ഷകൻ കലാകായിക മത്സരങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ആയതിൻ്റെ വിവരം. നിങ്ങൾ ഇതിലേതെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ടിക്കറ്റ് കൊടുക്കുക. അടുത്തത് അപേക്ഷകൻ ഭാരത് സ്കൗട്ട്സ് ഗെയിംസിൻ്റെ രാജ്യ പുരസ്കാർ, രാഷ്ട്രപതി പുരസ്കാർ എന്നിവ നേടിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് എഴുതുക, ഇല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പേജ്. 22 അപേക്ഷകൻ സ്പോർട്സ് കോട്ട സ്പോർട്സ് കൗൺസിലിൽ ഉൾപ്പെട്ടതാണോ, ആണെങ്കിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടെ വയ്ക്കുക, ഇല്ലെങ്കിൽ ബാധകമല്ല എന്നെഴുതുക.
23 അപേക്ഷകൻ NSS NCC വോളണ്ടിയർ ആണെങ്കിൽ ആ വിവരം രേഖപ്പെടുത്തേണ്ടതാണ്. ആണെങ്കിൽ ആണെന്ന് എഴുതുക. NCC NSS സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടെ വയ്ക്കുക. അടുത്ത് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് DDയുടെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് അക്കൗണ്ടുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, നമുക്ക് ഏത് ജില്ലയിലേക്കാണ് വേണ്ടത് ആ ജില്ലയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ്റെ പേരിൽ 100 രൂപയുടെ DD എടുക്കുക. താഴെ കാണിച്ചിരിക്കുന്ന ഇതാണ് DD നമ്പർ എന്ന് പറയുന്നത്. ഈ മുകളിൽ എഴുതിയിരിക്കുന്നതാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ ഡേറ്റ്, ഇത് ബാങ്കിൻ്റെ പേര്. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ DD നോക്കിയിട്ട് തെറ്റാതെ 24ാമത്തെ അവിടെ പൂരിപ്പിച്ച് കൊടുക്കുക. DD നമ്പർ, ബാങ്കിൻ്റെ പേര്, ഡേറ്റ്. ഏറ്റവും അധികം മിസ്റ്റേക്ക് വരുന്നൊരു പാർട്ടാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ DDയുടെ ഒരു കോപ്പി എടുത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ വെക്കുക. 25 നമ്മൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോളേജുകളുടെ പേര് എഴുതാനാണ്. നമ്മൾ എന്ത് ചെയ്യുക, PDF നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്പറിട്ട് എഴുതി കൊടുക്കുക. 26 ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റാണ്. SSLC സർട്ടിഫിക്കറ്റിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ കോപ്പി, യോഗ്യതാ പരീക്ഷ അതായത് +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, പിന്നെ നമുക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നാണോ എഴുതിയിരിക്കുന്നത് അതിൻ്റെ എല്ലാം കോപ്പി നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഈ ഒരു അപേക്ഷയുടെ കൂടെ വെച്ചാണ് നമ്മളിത് പോസ്റ്റ് ചെയ്യേണ്ടത്. അടുത്ത സത്യവാങ്മൂലമാണ്. മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും സത്യസന്ധമാണെന്നും ഇത് തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടും എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. യോഗ്യത പരീക്ഷ വിജയിക്കുന്നതിന് സേ പരീക്ഷ ഉൾപ്പെടെ 3 ചാൻസിൽ കൂടുതൽ എടുത്തിട്ടില്ല എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. 3 പ്രസ്തുത കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടി ഈ അധ്യയന വർഷം മറ്റൊരു ജില്ലയിലും അപേക്ഷ നൽകിയിട്ടില്ല എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ പേര്, സ്ഥലം, ഒപ്പ്, ഇത് 3 കൂടെ അവിടെ എഴുതി കൊടുക്കുക. നമ്മൾ ആ ഡേറ്റ് ചെയ്യുന്നതിൻ്റെ മുകളിലായിട്ട് ഉള്ള സ്പേസിൽ സ്ഥലത്തിൻ്റെ പേരും കൂടെ എഴുതിയാൽ മതി. അപേക്ഷകൻ്റെ ഒപ്പിൻ്റെ നേർക്ക് നമ്മൾ ഒപ്പിടുക. ഇനി ഒരു പോസ്റ്റ് കവർ എടുത്തിട്ട് നിങ്ങളുടെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും തെറ്റാതെ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. PDF നോക്കിയിട്ട് ഏത് ജില്ലയാണോ ആ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അഡ്രസ്സ് എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.